ശ്രീ നഞ്ചല്ലൂർ ശശികുമാർ, ഇപ്പോൾ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഇതിന് മുൻപൊരു ഗാനം പുറത്തിറക്കിയിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ 100 വനിതകൾ ചേർന്ന് സംഘമായി ആലപിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ രണ്ടാമത് ഒരു ഡോക്യുമെൻ്ററി പുറത്തിറങ്ങുകയാണ്. പിണറായി ദ ലെജൻഡ് എന്നാണ് പേര്. സർക്കാരിൻ്റെ ഈ 4ാം വാർഷികാഘോഷത്തിൻ്റെ, അല്ലെങ്കിൽ ആകെ നോക്കിയാൽ 9 വർഷമാകുന്നതിൻ്റെ ആഘോഷം, അതിൻ്റെ ഭാഗമായി അതിൽ പിണറായി വിജയൻ്റെ ചരിത്രവും ജീവിതവുമുണ്ട്. ഒപ്പം സർക്കാരിൻ്റെ നേട്ടങ്ങളുമൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഡോക്യുമെൻ്ററി? ഒരു തിരുത്തുണ്ട് ആദ്യം. ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേരത്തെ തയ്യാറാക്കിയ അതിൻ്റെ കെട്ടിട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ കാവലാളൻ എന്ന് പറയുന്ന ഗാനം 135 വനിതകളും പുരുഷന്മാരും ചേർന്നാണ് ആലപിച്ചത്. വനിതകൾ മാത്രമല്ല, 100-ലധികമല്ല, 135. ഈ ഡോക്യുമെൻ്ററി ഞങ്ങളെല്ലാം സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഭരണസിരാ കേന്ദ്രത്തിലെ ജീവനക്കാരാണ്. അതായത് സർക്കാരിൻ്റെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന, നയങ്ങൾ തീരുമാനിക്കുന്ന, ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥ വിഭാഗമാണ് സെക്രട്ടേറിയറ്റിനുള്ളത്. അപ്പോൾ അതിൻ്റെ ഭരണത്തലവൻ ആ മേഖലയിലുള്ള പ്രധാനപ്പെട്ട ഫയലുകളെല്ലാം മുഖ്യമന്ത്രി നയപരമായതും മറ്റു സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതുമായിട്ടുള്ള മുഴുവൻ ഫയലുകളും കണ്ട് ഉത്തരവാകുന്നത് മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭരണത്തിൻ്റെ തലവൻ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ നേതാവ് എന്നതിനൊപ്പം സെക്രട്ടേറിയറ്റിൻ്റെ ഭരണത്തലവൻ, ഞങ്ങളുടെ ഭരണ വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഭരണത്തലവൻ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ത്യാഗങ്ങൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള സമരങ്ങൾ, മുന്നേറ്റങ്ങൾ, ഒപ്പം തന്നെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള ഭരണ നേട്ടങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഡോക്യുമെൻ്ററി നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ അപാകതയൊന്നും കാണുന്നില്ല. അതെ, അപ്പോൾ ഇതാദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററി അല്ലേ? ഇപ്പോൾ ഇത് ആദ്യത്തെ സർക്കാരൊന്നും അല്ലല്ലോ. പക്ഷേ KCAയുടെ ആദ്യ ഡോക്യുമെൻ്ററി ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം. മുൻകാലങ്ങളിലുള്ളതിനേക്കാൾ സാങ്കേതികവിദ്യ വളരെയധികം പുരോഗമിച്ച ഒരു കാലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡോക്യുമെൻ്ററികളും മറ്റ് വീഡിയോ അടക്കമുള്ള മറ്റ് തലത്തിലുള്ള പ്രചരണങ്ങളുമൊക്കെ ഇപ്പോൾ വളരെ സജീവമായിട്ടുള്ള, വളരെയധികം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു ഡോക്യുമെൻ്ററി പുറത്തിറക്കാനുള്ള കാരണം. മുൻകാലങ്ങളിൽ ഇത്രയും സാങ്കേതികവിദ്യയുടെ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ടാവും ആ കാലഘട്ടങ്ങളിൽ ഇറക്കാതെ പോയത്. അതെ, പക്ഷേ അതല്ലാതെ ഇപ്പോൾ മുൻകാലങ്ങളിലുള്ള സർക്കാരിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട സർക്കാർ എന്നതുകൂടി ഇതിന് കാരണമാകുന്നുണ്ടോ ശ്രീ ശശികുമാർ? തീർച്ചയായും അങ്ങനെ മെച്ചപ്പെട്ട സർക്കാർ ആയതുകൊണ്ടാണല്ലോ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തെ വീണ്ടും രണ്ടാമതും തെരഞ്ഞെടുത്ത് ഒരു തുടർച്ച ഭരണം ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് അനുവദിച്ചത്. അപ്പോൾ തീർച്ചയായും കാലാനുസൃതമായിട്ടുള്ള പുരോഗതി, ഓരോ കാലഘട്ടം കഴിയുന്തോറും പുരോഗതി വിവിധ തലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള പുരോഗതി അതിനുവേണ്ടി പരിശ്രമിക്കുന്ന, തുടർച്ച ലഭിച്ച ഒരു സർക്കാരാണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ളത്.